ഹായ്, ശരത്താണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ അടുത്ത വർഷം നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്പനിയെ പറ്റിയിട്ടാണ്. കമ്പനിയുടെ പേരെന്ന് പറഞ്ഞാൽ ആദിത്യ വിഷൻ എന്നാണ്. നമുക്ക് മെയിനായിട്ട് അവരുടെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു മൈജി പോലത്തെ ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കാം. അതായത് ഇവർ റീറ്റെയിൽ ബിസിനസ്സിലാണുള്ളത്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എ സി അടക്കമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സെല്ല് ചെയ്യാണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്നത്. ഇവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നുമില്ല. മറ്റുള്ള ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ മൈജിയിലൊക്കെ എങ്ങനെയാണോ സെല്ല് ചെയ്യുന്നത് ആ രീതിയിൽ ഇവർ സെല്ല് ചെയ്യുകയാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബീഹാറിൽ നിന്നാണ്. അതിനുശേഷം അവർ യു പിയിലേക്ക് അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് ജാർഖണ്ഡിലേക്കൊക്കെ അവർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 207ഓളം അവർക്ക് സ്റ്റോർ ഉണ്ട് മൊത്തത്തിൽ ഇന്ത്യയിൽ നോക്കിയാൽ ഈ പറഞ്ഞ 4 സ്റ്റേറ്റിലായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ മധ്യപ്രദേശിലേക്കൂടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ അവർ എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏകദേശം 10, 25, 26 വർഷത്തോളമായിട്ട് ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു കമ്പനിയാണ്. മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പെർഫോം ചെയ്യുന്ന കമ്പനിയാണ്. ലിസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 10 വർഷത്തിന് മുകളിൽ 12 വർഷത്തോളമായിട്ട് BSE ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ആദിത്യ വിഷൻ എന്നാണ് കമ്പനിയുടെ പേര്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അല്ല അതിന് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയറിലൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കമ്പനിയാണ്. ഏകദേശം ഒരു 20-25%, 25-30% ഇടയ്ക്ക് സെയിൽസ് ഗ്രോത്തും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവിടെ നോക്കിയാൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 18% അവരുടെ റവന്യൂ ഗ്രോത്ത് ഉള്ളത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാൽ ഏകദേശം 11%. അപ്പോൾ അതിപ്പോൾ നമ്മൾ നോർമലി ഈ ഒരു ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്പനിയല്ല. കാരണം നമ്മൾ നോർമലി ഡിസ്കസ് ചെയ്യുന്ന കമ്പനികൾക്കെല്ലാം ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനികളാണ്. അതായത് നല്ല രീതിയിൽ സെയിൽസ് ഗ്രോത്ത് അതുപോലെ തന്നെ സെയിൽസ് ഗ്രോത്തിനെ കഴിഞ്ഞ് മുകളിൽ പ്രോഫിറ്റ് ഗ്രോത്ത് വരുന്ന കമ്പനികളെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കാറ്. അങ്ങനെ നോക്കുമ്പോൾ ഈ കമ്പനി എന്തുകൊണ്ട് സംസാരിച്ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവർ മെയിൻ ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ല ഈ കൺസ്യൂമർ ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ കാര്യത്തിലാണ്. അതിനകത്ത് മെയിനായിട്ടും ഇവരുടെ സെയിൽസില്ല റവന്യൂവിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് AC റവന്യൂ ആണ്. AC റവന്യൂവിന്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ Q1 അതായത് ഈ പറഞ്ഞ 2025 സമ്മറിന്റെ സമയത്ത്, അതായത് ആ ഒരു വേനലിന്റെ സമയത്ത് മൊത്തത്തിൽ ഇന്ത്യയിൽ ആ വേനലിൽ സമ്മർ അത്ര പീക്ക് ആയിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് നല്ല രീതിയിൽ മഴ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അടക്കം നോക്കിയാൽ അറിയാം ഏകദേശം ഒരു ഫസ്റ്റ് ഹാഫ് H1 നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു മെയ് തൊട്ട് തുടങ്ങിയ മഴ നല്ല രീതിയിൽ ഇന്ത്യയിൽ മുഴുവൻ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ AC സെയിൽസിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AC ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കമ്പനികളിലെല്ലാം നല്ല രീതിയിൽ അവരുടെയൊക്കെ പെർഫോമൻസിന്റെ റവന്യൂവിനടക്കം റവന്യൂ അതുപോലെ തന്നെ പ്രോഫിറ്റിനെ നല്ല രീതിയിലൊക്കെ അഫക്ട് ചെയ്തിട്ടുണ്ട്. അത് നോക്കുന്ന ആ ഒരു സമയത്ത് പോലും ഈ കമ്പനിയിൽ ഏകദേശം 6% ഇവർക്ക് റവന്യൂ ഗ്രോത്ത് വന്നിരുന്നു കഴിഞ്ഞ Q1 നോക്കിയാൽ. ആ സമയത്ത് പല കമ്പനികളിലും നെഗറ്റീവ് ഗ്രോത്തും ഡീഗ്രോത്ത് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇവർ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. 6% എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷേ ഇവരുടെ ഒരു സെക്ടറിൽ നോക്കുമ്പോൾ ഇവരുടെ കൂടെ പെർഫോം ചെയ്യുന്ന ബാക്കിയുള്ള കമ്പനികളായിട്ട് നോക്കുമ്പോഴത്തേന് ഇവർ നല്ല രീതിയിൽ ഇവർ ഈ AC മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെ കഴിഞ്ഞൊക്കെ നന്നായിട്ട് തന്നെ ഇവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ PGEL നോക്കിയാലോ അല്ലെങ്കിൽ ഇപാക് ഡ്യൂറബിളോ അങ്ങനെ ആ രീതിയിൽ പറഞ്ഞ ബ്ലൂ സ്റ്റാർ അടക്കമുള്ള നല്ല രീതിയിൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെ നോക്കിയാലും അതുപോലെ തന്നെ ഇതിന്റെ സെയിൽസിൽ നിൽക്കുന്ന കമ്പനികളെ നോക്കിയാലും അവരെ കഴിഞ്ഞൊക്കെ നന്നായിട്ട് ഇവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഫുൾ ഫിനാൻഷ്യൽ ഇയർ നോക്കിയാൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ 18% അവർക്ക് റവന്യൂ ഗ്രോത്ത് വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ആ ഒരു ഫേസിൽ നിന്ന് റിക്കവർ ആയി വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ Q4 റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ ഏകദേശം 28% റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെ ഇവർക്ക് 35-36% പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതായത് അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറുകളിലൊക്കെ തന്നെ നല്ല രീതിയിൽ അവർ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി Q1 ബാക്കിയുള്ളവരെയും നന്നായിട്ട് തന്നെ ഇവർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വരുന്ന Q1 നോക്കിയാൽ ഈ സമ്മർ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഏപ്രിൽ മാനേജ്മെന്റ് സംസാരിച്ച് പറഞ്ഞ ഏപ്രിൽ നല്ല രീതിയിലാണ് പോയേക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു സമ്മറാണ് ഈ ഒരു വർഷം എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വർഷം കഴിഞ്ഞ വർഷം ഓൾറെഡി Q1 വളരെ ചെറുതാണ്. അപ്പൊ ആ ഒരു ലോ ബേസിന്റെ മുകളിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഈ ഒരു Q1 നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ Q1 ബെറ്റർ ആയി കഴിഞ്ഞാൽ തന്നെ ഇവരുടെ ഒരു ഫുൾ ഫിനാൻഷ്യൽ ഇയർ, കാരണം ഈ ടൈപ്പ് ഓഫ് കമ്പനികളുടെ ഏറ്റവും കൂടുതൽ ബിസിനസ് വരുന്ന ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ Q1 ആണ്. അപ്പോൾ Q1 നന്നായിട്ട് പെർഫോം ചെയ്താൽ ഫുൾ ഇയർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പഴയ ഗ്രോത്ത് അതായത് 25-30% ഗ്രോത്തിലേക്ക് കമ്പനി തിരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവരുടെ മാർജിൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അഫക്ട് ചെയ്തിരുന്നു. ഈ പറഞ്ഞ AC സെയിൽ കുറഞ്ഞതിന്റെ കാര്യമുണ്ട്. അതുപോലെ തന്നെ LPG ക്രൈസിസും കാര്യങ്ങളൊക്കെ ഇവരെ അഫക്ട് ചെയ്യുന്നത്. കാരണം AC മാനുഫാക്ചറിങ്ങിന് LPG വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ LPG ക്രൈസിസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ടറിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഇവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയർ നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് പറയുന്ന അനുസരിച്ചിട്ടാണ് കമ്പനികൾ നല്ല രീതിയിൽ മാർജിനിൽ ഇംപ്രൂവ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ പാറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 4.4 ആണ്. അപ്പൊ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ FY24 നോക്കിക്കഴിഞ്ഞാൽ അത് നല്ലൊരു സമ്മർ കിട്ടിയ ഒരു സമയമായിരുന്നു. ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4.7 ഉണ്ടായിരുന്നു ഇവരുടെ പാറ്റ് മാർജിൻ എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലേക്ക് അല്ല അതിന് മുകളിലേക്ക് ഈ ഒരു വർഷം പാറ്റ് മാർജിനും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ നല്ല രീതിയിൽ എക്സ്പാൻഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവരുടെ ആദ്യത്തെ 24 വർഷം കൊണ്ട്, അതായത് ഇവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ 24 വർഷം കൊണ്ട് അവർ ഏകദേശം 105 ഷോറൂം അവർ ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ ലാസ്റ്റ് 3 ഇയേഴ്സ് നോക്കിയാൽ കഴിഞ്ഞ ലാസ്റ്റ് 3 വർഷം നോക്കി കഴിഞ്ഞാൽ ഏകദേശം 102 ഷോറൂമുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഷോറൂം കൗണ്ട് ലാസ്റ്റ് 3 വർഷം കൊണ്ട് തന്നെ ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഷോറൂം മെച്യൂരിറ്റിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 വർഷം എടുക്കുന്ന മാനേജ്മെന്റ് പറയുന്നത്. ഫസ്റ്റ് ഇയറിൽ തന്നെ പ്രോഫിറ്റബിൾ ആവും. 6 മാസം തൊട്ട് 12 മാസം കൊണ്ട് തന്നെ ഇവർ ഒരു ഷോറൂം ഓപ്പൺ ചെയ്ത് പ്രോഫിറ്റബിൾ ആവും. പക്ഷേ അത് മെച്യൂരിറ്റിയിൽ എത്തണമെങ്കിൽ അവർ ഫുൾ പൊട്ടൻഷ്യൽ എത്തണമെന്നുണ്ടെങ്കിൽ 3 വർഷം വരെ എടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ വർഷമൊക്കെ ആകുമ്പോഴാണ് നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്ക് ഈ പറഞ്ഞ പുതിയ ഷോറൂമുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ വരുന്ന വർഷം
നല്ല രീതിയിൽ ഈ പറഞ്ഞ പുതിയ ഷോറൂംസ് കഴിഞ്ഞ 2-3 വർഷത്തിൽ അവർ ഓപ്പൺ ചെയ്തതിൻ്റെയൊക്കെ ബെനിഫിറ്റ് അവർക്ക് ഈ പറയുന്ന FY27 കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വരുന്ന ഫിനാൻഷ്യൽ ഇയറിലാണ് അവർ നല്ല രീതിയിൽ ഷോറൂം ഓപ്പൺ ചെയ്യുക. ഏകദേശം 25-30 ഷോറൂം മിനിമം ഓപ്പൺ ചെയ്യുന്നുള്ള കാര്യം മാനേജ്മെന്റ് പറയുന്നത്. അതിന് മുകളിൽ അവർ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അവർ ഏകദേശം 25-30 ഷോറൂം പറഞ്ഞിട്ട് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഫുൾ അവർ 32 ഷോറൂംസ് മൊത്തം 32 ഷോറൂംസ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഏകദേശം 207 ആണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന സമയത്ത് 175 ഷോറൂം ആയിരുന്നു അവർക്ക് മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പെർഫോമൻസ് വരുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവർ മധ്യപ്രദേശിലേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ UP-യിലേക്കുള്ള എക്സ്പാൻഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഇവർ സ്പ്രെഡ് ആയിട്ട് ഏറ്റവും കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബീഹാറിലാണ്. അവിടെ ഏകദേശം 118 ഷോറൂമുള്ള ബീഹാറിലാണ് ഉള്ളത്. UP-യിൽ 50 മുകളിൽ 53 ഷോറൂമാണുള്ളത്. അതുകൊണ്ട് തന്നെ UP-യിൽ ഇവർ ഇപ്പോൾ വെസ്റ്റേൺ UP-യിലേക്ക് ഇവർ എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UP-യിൽ നല്ല രീതിയിൽ അവരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മധ്യപ്രദേശിലേക്ക് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഛത്തീസ്ഗഡിലേക്ക് അവർ ഈ ഒരു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലേക്ക് അവിടെ 3 ഷോറൂംസേ ഉള്ളൂ. സോ അവിടെ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും നല്ല രീതിയിൽ അവർ മാനേജ്മെന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ഗ്രോത്തിനനുസരിച്ചിട്ട് അല്ലെ ഷോറൂംസുകൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോറൂംസ് ഓപ്പൺ ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒരു ഷോറൂം കൗണ്ട് എന്തായാലും 25-30% എക്സ്പെക്ട് ചെയ്യാം. 30 ഷോറൂംസ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 14-15% അവരുടെ സെയിൽസ് ഗ്രോത്തിലേക്ക് വോളിയം ഗ്രോത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർ SSSG നോക്കിയാൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 8 SSSG ഉള്ളത്. അതിന്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞല്ലോ, ഈ AC-യുടെ സെയിൽസ് അതായത് ഇവരുടെ Q1 അഫക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയർ ഇതിന് മുമ്പിലത്തെ ഫിനാൻഷ്യൽ ഇയർ നോക്കിയാൽ ഏകദേശം 15 ഉണ്ടായിരുന്നു അവരുടെ SSSG എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ 10 മുകളിൽ SSSG എന്തായാലും നമുക്ക് ഈ ഒരു കമ്പനിയിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് വരും. സോ അത് രണ്ടുകൂടെ വരുമ്പോൾ തന്നെ ഏകദേശം 25% മുകളിൽ ഗ്രോത്ത് അവർക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു രീതി. അതായത് സമ്മർ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടന്നാൽ ഈ വരുന്ന സമ്മർ ഇതേപോലെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവർ 25-30% ഗ്രോത്തിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം മൊത്തത്തിൽ അവർക്ക് ഏകദേശം 207 ഷോറൂംസ് ഉണ്ട്. അതിന് മുകളിൽ അവർ 25-30 ഷോറൂംസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ അവർ 175 മുകളിൽ 25-30 ഷോറൂം ഓപ്പൺ ചെയ്തതല്ല, അത്ര എഫക്റ്റ് വരില്ല. അതായത് അത്ര എക്സ്പെൻസ് കാര്യങ്ങളൊന്നും ഇവർക്ക് ഇനി പുതിയ ഷോറൂംസിൽ വരില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫിക്സഡ് കോസ്റ്റിൽ കുറച്ചുകൂടെ കൺട്രോൾ വരും. അത് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നെ അതുപോലെ തന്നെ പുതിയ ഞാൻ പറഞ്ഞില്ല മെച്യൂരിറ്റിയിലേക്ക് എത്തുന്ന സ്റ്റോഴ്സിൽ നിന്നുള്ള പ്രോഫിറ്റിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൂടും. സോ ഇത് രണ്ടുകൂടെ വരുമ്പോഴത്തേക്കും ഇവർക്ക് നല്ല രീതിയിൽ മാർജിൻസ് ഇമ്പ്രൂവ് ആവുകയും ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുൾ ഫിനാൻഷ്യൽ ഇയർ നോക്കിയാൽ അവർ ഏകദേശം 117 കോടിയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത്. അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ ഏകദേശം ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 4.4 ആണ് പാറ്റ് മാർജിൻ. അതൊരു കഴിഞ്ഞ അതായത് FY24 പാറ്റ് മാർജിനിലേക്ക് തന്നെ അവർ തിരിച്ചെത്തിയാൽ 4.7 ആണ്. സോ ആ ഒരു രീതിയിലേക്ക് തിരിച്ചെത്തി ഒരു 25-30% ഗ്രോത്ത് വരികയും ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 150-160 കോടിക്ക് മുകളിൽ അവർ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പാർട്ടി ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ തന്നെ ഇപ്പം നമ്മുടെ കമ്പനിയുടെ PE റേഷ്യോ നോക്കിയാൽ ഇപ്പൊ കറന്റ് PE റേഷ്യോ നോക്കിയാൽ ഏകദേശം 58-59 ആ ഒരു 60 താഴെയായിട്ടാണ് അവരുടെ കറന്റ് PE ഉള്ളത്. അതൊരു അടുത്ത വർഷത്തെ അതായത് നമുക്ക് ഇനിയിപ്പോൾ കറണ്ട് PE കൊണ്ട് കാര്യമില്ല, നമുക്ക് അടുത്ത ഫിനാൻഷ്യൽ ഇയർ ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ PE എത്രയാണെന്ന് നമുക്കറിയേണ്ടത്. ആ ഒരു സമയത്ത് അവരുടെ വാല്യൂഷൻ എത്രയാവാൻ സാധ്യതയുണ്ടെന്ന് നമുക്കറിയേണ്ടത്. എന്നാലും നമുക്ക് വരുന്ന ഫിനാൻഷ്യൽ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ള കാര്യം നമുക്ക് ഡിസിഷൻ ഇപ്പോൾ മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നോക്കിയാൽ അടുത്ത ഫിനാൻഷ്യലി അവർ 150-160 കോടിയൊക്കെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താൽ അവരുടെ ഫോർവേഡ് PE വരാൻ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് ക്യാപിറ്റൽ നോക്കിയാൽ ഏകദേശം 40-45 ഇടയ്ക്കാണ് അവരുടെ ഫോർവേഡ് PE വരുന്നത്. ഒരു 25-30% ഗ്രോ ചെയ്യുന്ന കമ്പനിയുടെ 40-45 ഫോർവേഡ് PE എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5-1.6 ഒക്കെയാണ് അവരുടെ പെഗ് റേഷ്യോ വരുന്നത്. ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓവർ എക്സ്പെൻസീവ് ആയിട്ടും പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ എന്തിനാണ് ഈ കമ്പനിക്ക് എപ്പോഴും ഈ ഒരു വാല്യൂഷൻ നോക്കിയാൽ നല്ല രീതിയിൽ വാല്യൂഷൻ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു കമ്പനിയാണ്. കാരണം വെച്ചാൽ അവർ നല്ല രീതിയിൽ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇതേ രീതിയിലുള്ള പെർഫോമൻസ് അവർ അടുത്ത വർഷം അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ അവർ ഇതുപോലൊക്കെ തന്നെ കീപ്പ് ചെയ്ത് അടുത്ത ഒരു 1-1.5 വർഷം കൊണ്ട് നമുക്ക് മൾട്ടി ബാഗർ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഒരു 100%, 150% ഒക്കെ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധ്യത പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയാണ്. ഇവർ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ പോലെ സമ്മർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ മാനേജ്മെന്റ് ഗൈഡ് ചെയ്ത പോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്യണം. പക്ഷേ നമ്മൾ ഈ കമ്പനി കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഞാനായാലും കഴിഞ്ഞ ഒരു വർഷം 1.5 വർഷമായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ആ ഒരു രീതിയിൽ മാനേജ്മെന്റ് പറയുന്നതനുസരിച്ച് തന്നെ പെർഫോം ചെയ്യുക. അല്ലെങ്കിൽ അവർ എന്തൊരു ക്രൈസിസ് ഉണ്ടായപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്രൈസിസ് ഉണ്ടായ സമയത്തും അവർ കൃത്യമായിട്ട് അതിനെ മാനേജ് ചെയ്തിരുന്നു. അത് ബാക്കിയുള്ള കമ്പനികളായിട്ട് കമ്പയർ നോക്കുമ്പോൾ നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്തിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ താല്പര്യമുള്ള ആളുകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക. റിസൾട്ടുകൾ വരുന്ന സമയം പ്രോപ്പറായിട്ട് അവർ പ്രത്യേകിച്ച് അടുത്ത Q1 റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ ഗൈഡൻസ് തന്നെ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും അടുത്ത റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.